Hello everyone, my name is Sailesh Fernandez. I'm the Academic Director of Fortuneers Academy. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ദിവസം ഫോർച്യൂണിൽ എങ്ങനെയായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഫോർച്യൂണിൽ ദിവസം തുടങ്ങുന്ന രാവിലെ 7 മണിക്കാണ്. രാവിലെ 7 മണിക്ക് ടെലിഗ്രാം ചാനൽ, നിങ്ങളും കൂടെ അംഗങ്ങളായിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ ഞങ്ങളുടെ ടീം ഫൈൻഡ് അപ്ലോഡ് ചെയ്യും. അത് ഒരു ന്യൂസ് ഡെയിലിയാണ്. ന്യൂസ് ഡെയിലി എന്ന് പറഞ്ഞാൽ ആ ദിവസം പത്രത്തിൽ എന്തെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്, നിങ്ങൾ വായിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതെല്ലാമാണ്, എത്രയൊക്കെ ഉണ്ട്, ഇതായിരിക്കും ഫൈൻഡിൽ പറയുന്നത്. ആ ടോപ്പിക്സാണ് നിങ്ങൾ വായിക്കേണ്ടത്. അല്ലാതെ ഒരു 4-5 മണിക്കൂർ പത്രത്തിൽ എല്ലാം വായിച്ച് തീർത്താൽ മാത്രമേ എക്സാമിനേഷൻ ക്ലിയർ ആകുകയുള്ളൂ എന്നൊരു ധാരണയിലിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഫൈൻഡ് അപ്ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 7:30 ഓൺലൈൻ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ടായിരിക്കും, wherein our faculty will be explaining to you very complex topics. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങുന്ന കുട്ടികൾ, സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന കുട്ടികൾക്ക് പല ടോപ്പിക്സിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും. ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ തന്നെ ഇപ്പോൾ ഗാസ ഇഷ്യൂ, അപ്പോൾ അത് വായിക്കുമ്പോൾ ഒരുപാട് ആസ്പിറൻസിന് എന്താണ് ഗാസയിൽ നടക്കുന്നത്, വൈ ഗാസ, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഗാസ, വാട്ട്സ് എ പ്രോബ്ലം ബിറ്റ്വീൻ ഇസ്രയേൽ ഗാസ, ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഐ ജസ്റ്റ് ഗിവിങ് എൻ എക്സാമ്പിൾ. അപ്പോൾ ആ ഗാസ ഇഷ്യൂവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഞങ്ങളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ അപ്രോച്ച്. സോ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോരോ ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് കോംപ്ലെക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫ്രം സ്ക്രാച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ആഫ്റ്റർ വിച്ച് you should be taking again an online session which is called a pre-test. ഈ pre-test എന്ന് പറഞ്ഞാൽ NCERT ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. സോ NCERT ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ 9 മണിക്ക് ക്ലാസ് ഫോർച്യൂണിൽ തുടങ്ങുമ്പോൾ ഏത് ടോപ്പിക്കാണോ എടുക്കുന്നത് ആ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള NCERT ബേസ്ഡ് ആയിട്ടുള്ള MCQs ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈൻ എടുത്തിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാൻ. ക്ലാസ്സിൽ 9 മണിക്ക് നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പോളിറ്റി, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യൻ പോളിറ്റിയാണ്. ദറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് നിന്ന് വരുന്നവർ, ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്, അവർക്ക് പോളിറ്റി ഒരു അപ്ഹിൽ ടാസ്ക് ആയിട്ട് തോന്നിയേക്കാം. സോ അത് പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് വെൻ ഐ ഹാൻഡിൽ പോളിറ്റി, സാധാരണക്കാരൻ പോളിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഞാനത് എടുക്കുന്നത്. ദാറ്റ്സ് ഹൗ ക്ലാസ്സസ് അറ്റ് ഫോർച്യൂൺ ആർ ഡിസൈൻഡ്. എല്ലാവർക്കും മനസ്സിലാകും. ആൻഡ് യു ആർ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. പ്ലീസ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത് കഴിഞ്ഞാൽ 1 തൊട്ട് 1:30 വരെയും ഒരു റിവിഷൻ സെഷനാണ്. ആ റിവിഷൻ സെഷനിൽ അന്ന് ആ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യും. ഇത് കൂടാതെ അതേ ദിവസം ക്ലാസ്സിൽ എടുത്ത ഏരിയ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോളിറ്റിയിൽ ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കും, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും ആ ദിവസം ക്ലാസ്സിൽ എടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് റിവിഷന് വേണ്ടി MCQs നിങ്ങളെ അവിടെ എത്തി ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് അതേ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു ആൻസർ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. wherein you are expected to write an answer which will equip you for the mains examination as well. ഇത് കൂടാതെ റിവിഷൻ പർപ്പസിനും കൂടിയായിട്ട് ഫോർച്യൂൺ സക്സസ് സീരീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, എന്നാൽ ആസ്പിറൻസിനിടയിൽ വൈറ്റ് ബുക്ക് എന്ന പേരുള്ള പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് PYQ ഓറിയൻറ്റഡ് ആണ്. അതുകൂടാതെ ഫോർച്യൂണിൻ്റെ ഫാക്കൽറ്റീസ് നേരിട്ട് ക്യൂറേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബുക്സ് ആണ് ഈ ഫോർച്യൂൺ സക്സസ് സീരീസ് അല്ലെങ്കിൽ വൈറ്റ് ബുക്സ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ റിവൈസിങ് ഓൾ ദ ടോപ്പിക്സ് ദാറ്റ് ഹാവ് ബീൻ കവേർഡ് ഇൻ ദ ക്ലാസ് ഫോർ ദാറ്റ് വെരി വീക്ക്. പ്ലസ് വിൽ ഓൾസോ ബി പ്രൊവൈഡിങ് യു വിത്ത് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി മാഗസീനാണ്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈൽ ചെയ്യുന്നൊരു മാഗസീനാണ്. ഇത് കൂടാതെ ഒരു വീക്കെൻഡ് പ്രോഗ്രാമും കൂടെ ഉണ്ട്. അതായത് ആ വീക്കിൽ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് പ്ലസ് നിങ്ങൾ തന്നെ എല്ലാ ദിവസവും പ്രീ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ്, ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു MCQ മോഡൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ദിസ് ഇസ് ഇൻ എഡിഷൻ ടു ദ ഡെയിലി ടെസ്റ്റ് വിച്ച് ഇസ് ഓൾസോ ബേസ്ഡ് ഓൺ MCQs. പ്ലസ് ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമും ഉണ്ടായിരിക്കും. ആ വീക്കിൽ കവർ ചെയ്ത ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എഴുതിക്കും. ആൻഡ് അതിൻ്റെ ലൈവ് കറക്ഷനും ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു PYQ ലാബാണ്. അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് അതേ വീക്കിൽ ക്ലാസ്സിൽ കവർ ചെയ്ത ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആയിരിക്കും. സോ ദാറ്റ് വുഡ് ബി ആ വീക്കെൻഡ് പ്രോഗ്രാം. ഇത് കൂടാതെ ഒരു മന്ത്ലി പ്രോഗ്രാമും കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആ മന്തിൽ ക്ലാസ്സിൽ കവർ ചെയ്ത എല്ലാ ടോപ്പിക്സിനെയും ബേസ് ചെയ്ത്
വീണ്ടും ഒരു റിവിഷൻ MCQ ടെസ്റ്റ് ഞങ്ങൾ നടത്തും. ബിക്കോസ് ദിസ് വിൽ ഹെൽപ്പ് യു റിവൈസ് ദി എൻറ്റയർ ഏരിയാസ് ആൻഡ് എൻറ്റയർ പോർഷൻസ് ദാറ്റ് ഹാവ് ബീൻ കവേർഡ് ഇൻ ദ ക്ലാസ് ഇൻ ദാറ്റ് വെരി മന്ത്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിൻ്റെ കമ്പലൈഷനായ ആ പ്രിസൈസ് മാഗസീനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ദിസ് ഇസ് ഹൗ എ നോർമൽ ഡേ in Fortune IAS Academy will look like for you. Thank you. Fortune IAS Academy. More than just an academy.